ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ സമയം ആവശ്യപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് വിവരങ്ങൾ കൈമാറാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ഈ മാസം 15-ന് തന്നെ വിവരങ്ങൾ പരസ്യപ്പെടുത്താൻ ഇലക്ഷൻ കമ്മീഷനോടും നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ട് മുഖേന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ കൈമാറാൻ ജൂൺ 30 വരെ സാവകാശം വേണമെന്നായിരുന്നു SBIയുടെ ഹർജി. ഹർജി തള്ളിയ സുപ്രീംകോടതി 26 ദിവസം SBI കോടതിയെ അറിയിച്ചു. എന്നാൽ സാങ്കേതികത്വമല്ല, ഉത്തരവ് അനുസരിക്കുകയാണ് വേണ്ടതെന്ന് കോടതി മറുപടി നൽകി. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് ബോണ്ട് വിവരങ്ങൾ SBI കൈമാറണം. അതല്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി. SBI നൽകുന്ന വിവരങ്ങൾ ഈ മാസം 15-ന് വൈകിട്ട് 5 മണിക്കകം ഇലക്ഷൻ കമ്മീഷൻ പരസ്യപ്പെടുത്തണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ഫെബ്രുവരി 15-ന് വിധി പുറപ്പെടുവിച്ച ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ അതേ ബെഞ്ചാണ് ഇന്നും ഹർജി പരിഗണിച്ചത്. SBIക്കെതിരെ CPIM നൽകിയ കോടതിയലക്ഷ്യ ഹർജി പിന്നീട് പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ സുപ്രീംകോടതി നിലപാട് കടുപ്പിച്ചത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, സുപ്രീം കോടതി കടുപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ കണ്ടത്? സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കൊപ്പം കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടിയാകുന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അത് സംബന്ധിച്ച ഒരു ഉത്തരവ് കൂടി വന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ സാവകാശം നൽകുന്നതായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹർജി. ജൂൺ 30 വരെ സാവകാശം വേണമെന്നായിരുന്നു SBIയുടെ ആവശ്യം. പക്ഷേ ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. നിങ്ങളുടെ കയ്യിൽ വിശദാംശങ്ങളുണ്ടല്ലോ, നിങ്ങൾ അത് നൽകൂ എന്നതായിരുന്നു സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ബെഞ്ചിന്റെ 5-അംഗ ബെഞ്ചിന്റെ ഉത്തരവ് എത്രയും വേഗം നടപ്പാക്കണമെന്നും കർശന നിർദ്ദേശവും അന്ത്യശാസനവും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് SBIക്ക് നൽകുകയും ചെയ്തു. SBI നാളെ വൈകിട്ട് 5 മണിക്കകം വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്നതാണ് സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം. ഇതൊരു അന്ത്യശാസനമാണ്. ഈ അന്ത്യശാസനം നടപ്പാക്കിയില്ലെങ്കിൽ പ്രവൃത്തി സമയം അവസാനിക്കുന്നതിന് മുമ്പ് SBI കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കും എന്നാണ് സുപ്രീം കോടതി നൽകിയ മുന്നറിയിപ്പും. ഈ അടുത്ത 3 ദിവസം, അതായത് 15-ാം തീയതിക്കകം, ഈ മാസം 15-ാം തീയതിക്കകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SBI നൽകുന്ന എല്ലാ വിവരങ്ങളും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. 2 കോടതിയലക്ഷ്യ ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ടായിരുന്നത്. ഒന്ന് CPIM നൽകിയ ഹർജിയും രണ്ടാമത്തേത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് നൽകിയ കോടതിയലക്ഷ്യ ഹർജികളും. ഈ കോടതിയലക്ഷ്യ ഹർജികൾ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ് മനഃപൂർവ്വം നടപ്പാക്കിയിട്ടില്ല എന്നാണ് സുപ്രീം കോടതി കരുതുന്നത്. അതുകൊണ്ട് തന്നെ SBIക്ക് ഒരു നോട്ടീസ് അയക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത്. SBIയുടെ ചെയർമാനും ഒപ്പം മാനേജിംഗ് ഡയറക്ടറും ഈ നോട്ടീസിന്മേൽ വിശദീകരണം നൽകണം. CPIM-ഉം ADR-ഉം നൽകിയ കോടതിയലക്ഷ്യ ഹർജി സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കുകയും ചെയ്യും. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.